നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. അതിപ്രധാന വാർത്തകൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിക്ക് ഇഡിയുടെ സമൻസ്. കൊച്ചി ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യുന്ന ഹാജരാകണം. തട്ടിപ്പ് നടന്ന കാലയളവിൽ മുൻമന്ത്രി രാധാകൃഷ്ണൻ പ്രവർത്തിച്ചത് CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി. ISROയുടെ സ്പേസ് ഡെക്സ് അൺഡോക്കിംഗ് വിജയകരം. ബഹിരാകാശത്ത് കൂട്ടിച്ചേർത്ത 2 ഉപഗ്രഹങ്ങളും വിജയകരമായി വേർപെടുത്തി. ചന്ദ്രയാൻ 4 ദൗത്യങ്ങൾക്ക് കരുത്തേകുന്ന നേട്ടമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസിന്റെ മടക്കം വൈകും. ക്രൂ 10 ദൗത്യം നീട്ടിവെച്ചതായി നാസയും സ്പേസ് എക്സും. പേടകത്തിന് സംഭവിച്ചത് സാങ്കേതിക തകരാർ. ഭാഷാവിഷയത്തിൽ വിവാദ നീക്കവുമായി വീണ്ടും തമിഴ്നാട്. സംസ്ഥാന ബജറ്റിൽ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം മാറ്റി. ഉപയോഗിച്ചത് തമിഴ് ലിപി. ത്രിഭാഷാ നയത്തിൽ DMK സർക്കാർ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുന്നതിൽ പ്രതിഷേധം ശക്തം. പാകിസ്ഥാനിൽ ബലൂച്ച് ഭീകരർ റാഞ്ചിയ ട്രെയിനിൽ നിന്നും എല്ലാ ബന്ദികൾക്കും മോചനം. സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ 33 വിഘടനവാദികൾ കൊല്ലപ്പെട്ടു. ഹൈദരാബാദിൽ ഹോളി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച വരെ നിയന്ത്രണം. നിറങ്ങൾ വാരിയെറിയുന്നതിനും വിലക്ക്. നിയന്ത്രണങ്ങൾക്ക് പിന്നിൽ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരെന്ന് തുഗ്ലക് പരിഷ്കാരമാണ് നടപ്പാക്കുന്നതെന്നും BJP. വിശദമായ വാർത്തയിലേക്ക്. സ്പേസ് ഡെക്സ് അൺഡോക്കിംഗ് വിജയകരം. ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർത്ത 2 ഉപഗ്രഹങ്ങളും വിജയകരമായി വേർപെടുത്തി. ISROയുടെ നേട്ടത്തെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ചന്ദ്രയാൻ 4 ഉൾപ്പെടെയുള്ള വലിയ ദൗത്യങ്ങൾക്ക് കരുത്തേകുന്നതാണ് പരീക്ഷണ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നുച്ചയോടെയാണ് സ്പേഡെക്സ് ഉപഗ്രഹങ്ങളുടെ അൺഡോക്കിംഗ് യാഥാർത്ഥ്യമായത്. ജനുവരി 16 നടന്ന ഡോക്കിങ്ങിനു ശേഷം 2 ഉപഗ്രഹങ്ങളും ഭൂമിയെ ഒറ്റ ഉപഗ്രഹമായി വലം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്പേഡെക്സ് ചേസർ ടാർഗറ്റിൽ നിന്ന് വീണ്ടും വേർപെട്ടു. ഭ്രമണപഥത്തിൽ 2 ഉപഗ്രഹങ്ങളായി ഭൂമിയെ വലം വെച്ചിരുന്ന സ്പേഡെക്സ് 1, 2 ഭാഗങ്ങൾ വിജയകരമായി ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാൻ സാധിച്ചത് ഭാരതത്തിന്റെ ബഹിരാകാശ രംഗത്തെ കാര്യക്ഷമതയുടെ തെളിവായിരുന്നു. സമാനമായ കാര്യക്ഷമത വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇന്ന് നടന്ന അൺഡോക്കിംഗ് പരീക്ഷണത്തിലൂടെ. ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയം ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഏറെ പ്രയോജനകരമാണ് അൺഡോക്കിംഗ് പരീക്ഷണം. ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിൽ നിർണായകമാണ് പരീക്ഷണം. പല ഘടകങ്ങളിലായി ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ ഭാഗങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുക. സമാനമായി അവ അഴിച്ചുമാറ്റുകയും ചെയ്യും. ചന്ദ്രയാൻ ദൗത്യത്തിൽ ഭൂമിയിലേക്ക് ചന്ദ്രന്റെ സാമ്പിളുകൾ എത്തിക്കാനും ദൗത്യം വിഭാവനം ചെയ്യുന്നുണ്ട്. ഈ 2 ദൗത്യങ്ങളിലും ഏറെ നിർണായകമാണ് ഡോക്കിംഗ്, അൺഡോക്കിംഗ് പരീക്ഷണങ്ങൾ. അൺഡോക്കിംഗ് പരീക്ഷണം വിജയകരമാക്കിയ ശാസ്ത്രജ്ഞർക്ക് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദനങ്ങൾ അറിയിച്ചു. സയൻസ് ഡെസ്ക്, ജനം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബൂച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള ദൗത്യം ഇനിയും നീളം. ക്രൂ 10 ദൗത്യം നീട്ടിവെച്ചതായി നാസയും സ്പേസ് എക്സും അറിയിച്ചു. പേടകത്തിന്റെ സാങ്കേതിക തകരാർ കാരണമാണ് റോക്കറ്റിന്റെ ഇന്നത്തെ വിക്ഷേപണം മാറ്റിവെച്ചത്. ഇന്ത്യൻ സമയം മാർച്ച് 15 പുലർച്ചെ 4:33 ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിക്കുകയെന്നാണ് റിപ്പോർട്ട്. കരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണൻ എംപിക്ക് ഇഡിയുടെ സമൻസ്. കൊച്ചി ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യുന്ന ഹാജരാകണം. തട്ടിപ്പ് നടന്ന കാലയളവിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു രാധാകൃഷ്ണൻ. ഇന്നലെ ഹാജരാകാനായിരുന്നു ആദ്യ സമൻസ്. ഇതിൽ ഹാജരാകാതിരുന്നതിനാൽ വീണ്ടും സമൻസ് നൽകും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, കരുവന്നൂർ കേസിലാണ് കെ രാധാകൃഷ്ണൻ എംപിക്ക് ഇഡി സമൻസ് അയച്ചിരിക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ കൂടി. കെ രാധാകൃഷ്ണൻ എം എ അന്ന് CPIയും സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന സമയം CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് വിശദമായ ഒരു ചോദ്യം ചെയ്യലിനായി മുൻ മന്ത്രിയും ഒപ്പം തന്നെ നിലവിൽ എംപിയുമായ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വേണ്ടി സമൻസ് നൽകിയത്. ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമൻസ് നൽകിയത്. എന്നാൽ
ഇന്നലെ കെ രാധാകൃഷ്ണൻ കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശമനുസരിച്ച് ഹാജരായില്ല. അദ്ദേഹം ഡൽഹിയിലായിരുന്നു എന്നൊരു വിശദീകരണമാണ് നൽകുന്നത്. പകരം ഇന്ന് ചേലക്കരയിൽ എത്തിയപ്പോഴാണ് ഈ സമൻസ് കൈപ്പറ്റുന്നത് അല്ലെങ്കിൽ അത് ലഭിക്കുന്നത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ഒരു സമൻസ് കൂടി നൽകി വിളിച്ചു വരുത്താനുള്ള ഒരുക്കത്തിലാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ട കുറ്റപത്രം അന്വേഷണ സംഘം 2023 നവംബർ മാസത്തിൽ നൽകിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ രണ്ടാം ഘട്ട അന്വേഷണമാണ് അവസാന ഘട്ടത്തിൽ അതിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ ഇരിക്കുകയാണ്. ഈ മാസം അവസാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരിമല്ലൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാൻ ഇരിക്കുകയാണ്. ഏറ്റവും നിർണായകമായ ചില ചോദ്യം ചെയ്യലുകളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് CPM-ന്റെ പ്രമുഖ നേതാവും ഒപ്പം തന്നെ തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായിട്ടുള്ള നിലവിലെ MP ആയിട്ടുള്ള കെ രാധാകൃഷ്ണനെ തന്നെ ചോദ്യം ചെയ്യുന്നത്. ആ സമയത്ത് നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളാണ്. 2017 കെ രാധാകൃഷ്ണൻ ചുമതലയേൽക്കുന്നത്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് AC മൊയ്തീൻ മത്സരിക്കുന്ന സമയത്താണ്, നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ആ ഒരു സമയത്താണ് 2017 ഇത്തരത്തിൽ ചുമതലയിലേക്ക് വരുന്നത്. 2014 മുമ്പ് ചുമതല വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളെല്ലാം തന്നെ കെ രാധാകൃഷ്ണനും അറിയാമെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് CPM-ന്റെ 76 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ അന്വേഷണ സംഘം കണ്ടുകെട്ടിയിരുന്നു. സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണ ഇടപാടുകളിലൂടെ ലഭിച്ച പണത്തിന്റെ പങ്ക് CPM-ലേക്കും എത്തി എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു CPM-ന്റെ സ്വത്തുവകകൾ അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഭൂമി അടക്കമായിരുന്നു ഇത്തരം പാർട്ടി ഓഫീസ് പണിയുന്നതിനായി വാങ്ങിയ ഭൂമി അടക്കമായിരുന്നു ഇത്തരത്തിൽ കണ്ടുകെട്ടുകയും ചെയ്തത്. മാത്രമല്ല നേരത്തെയും പ്രമുഖരായ നിരവധി നേതാക്കളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, ഒപ്പം തന്നെ AC മൊയ്തീൻ, മുൻമന്ത്രി AC മൊയ്തീൻ അടക്കമുള്ള ആളുകളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ ജീഷ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ജീഷ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ CPM-ന്റെ പ്രധാന നേതാക്കളൊക്കെയും ചോദ്യമുന്നിയിലായിരുന്നു. ഇപ്പോൾ ഈ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധേയം അദ്ദേഹം CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആ ഒരു സമയത്ത്. അതായത് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരിലേക്ക് തന്നെ EDയുടെ ചോദ്യം വരികയാണ്. അന്വേഷണം ആ രീതിയിൽ അന്വേഷണത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? നേതാക്കളുടെ കൂടി അറിവോടുകൂടിയാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുള്ളത് എന്ന് അന്വേഷണ സംഘത്തിന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രധാനപ്പെട്ട നിരവധി നേതാക്കളെ ചോദ്യം ചെയ്തത്. മാത്രമല്ല കൗൺസിലർ PR അരവിന്ദാസിനടക്കം അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. എന്നാൽ നേതാക്കളുടെ അറസ്റ്റുകളിലേക്ക് ആദ്യഘട്ടത്തിൽ കടന്നിട്ടില്ല. തുടർന്നാണ് പ്രധാനമായും ഈ ഒരു സാമ്പത്തിക ഇടപാടുകളുടെ പങ്കുപറ്റിയ ആളുകൾ മറ്റാരെല്ലാം ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല ഇതിലെ കള്ളപ്പണ ഇടപാടുകളിലൂടെ ലഭിച്ച തട്ടിപ്പിലൂടെ ലഭിച്ച പണം ആരിലേക്കെല്ലാം പോയി എന്ന അന്വേഷണത്തിലാണ്. അതിൽ പ്രധാന CPM-ന് തന്നെയാണ് ഈ പണം പോയത് എന്ന് വ്യക്തമാക്കിയത്. അങ്ങനെയാണ് ഈ നേതാക്കളെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. വിശദമായി തന്നെയുള്ള ചോദ്യം ചെയ്യലുകൾ MM വർഗീസ് അടക്കമുള്ള ആളുകളെ നിരവധി തവണ ചോദ്യം ചെയ്തു. ഒപ്പം തന്നെ AC മൊയ്തീനെ നിരവധി തവണ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. മറ്റു നേതാക്കളെ PK ബിജുവിനെ അന്വേഷണ സംഘം നേരത്തെ ചോദ്യം ചെയ്തിരുന്നു, നിരവധി തവണ ചോദ്യം ചെയ്തു. ഇതേ കേസുമായി ബന്ധപ്പെട്ട് തന്നെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അങ്ങനെ പ്രമുഖ നേതാക്കളുടെ എല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട് വിവാദ നടപടിയുമായി തമിഴ്നാട് സർക്കാർ. സംസ്ഥാന ബജറ്റിൽ രൂപയുടെ ഔദ്യോഗിക ചിഹ്നത്തിന് പകരം തമിഴ് ലിപിയിൽ ലോഗോ പതിപ്പിച്ചു. അനാവശ്യ തമിഴ് വാദമുയർത്തി ഭരണപരാജയങ്ങൾ മറക്കാനാണ് സ്റ്റാലിൻ സർക്കാർ ശ്രമിക്കുന്നതെന്ന് BJPയുടെ വിമർശനം. തമിഴ് സ്നേഹമുണ്ടെങ്കിൽ സ്റ്റാലിൻ ആദ്യം സ്വന്തം പേര് മാറ്റാൻ തയ്യാറാകണമെന്ന് തമിഴ്സേ സൗദരാജൻ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, DMK സർക്കാർ തുടർച്ചയായി ഒരു ഭാഷാ വികാരം ഉയർത്തിക്കാട്ടി ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു സമീപനം അത് ആവർത്തിക്കുകയാണല്ലേ? തീർച്ചയായും നിലവിൽ ദേശീയതയ്ക്കെതിരെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ദേശീയ ചിഹ്നത്തിനെതിരെ പോലുമാണ് ഇത്തരത്തിലൊരു അനാവശ്യ വിവാദത്തിലേക്ക് ഈ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ വലിച്ചിഴച്ചിട്ടുള്ളത്. നാളെ അവതരിപ്പിക്കാനിരിക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ 2025-26 സാമ്പത്തിക വർഷ ബജറ്റിന്റെ വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ലോഗോ ഉൾപ്പെടെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ആ പോസ്റ്റുകളിലാണ് ഇന്ത്യയുടെ കറൻസി ആയിട്ടുള്ള രൂപയുടെ ഔദ്യോഗിക ചിഹ്നത്തിന് പകരം
തമിഴ് ലിപിയിൽ രൂ എന്ന് എഴുതിക്കൊണ്ട് ആ ഒരു രൂപയുടെ ഇന്ത്യയുടെ കറൻസി ആയിട്ടുള്ള രൂപയുടെ ഔദ്യോഗികമായിട്ടുള്ള ചിഹ്നം നമുക്കറിയാവുന്നതാണ്. അത് വെട്ടിമാറ്റിക്കൊണ്ട് തമിഴ് ലിപിയിൽ ആ ഒരു സിമ്പൽ പതിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും ബജറ്റിൻ്റെ മുഖചിത്രവുമെല്ലാം തന്നെ മുഖ്യമന്ത്രി തന്നെ പുറത്തിറക്കിയിട്ടുള്ളത്. നമുക്കറിയാം വിവിധ പ്രാദേശിക ഭാഷകൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭാരതം എന്നുള്ള രാജ്യം. അതുകൊണ്ട് പക്ഷേ ദേശീയ ചിഹ്നം എന്നുള്ളത് ദേശീയ പതാക ഒപ്പം ദേശീയ ഈ കറൻസിയുടെ സിമ്പൽ എന്നുള്ളത് അത് നമ്മുടെ ദേശീയത കൂടി ബാധിക്കുന്ന അല്ലെങ്കിൽ ദേശീയ ചിഹ്നം എന്നുള്ളത് രീതിയിൽ ആദരിക്കപ്പെടുകയും അത് യാതൊരു തരത്തിലും സംസ്ഥാനങ്ങൾക്ക് മാറ്റാൻ അവകാശമില്ലാത്തതുമാണ്. എന്നാൽ അതിലൊരു മാറ്റമാണ് ഇത്തരത്തിൽ തമിഴ് ലിപിയിൽ ഇത്തരത്തിൽ രൂപയുടെ സിമ്പൽ മാറ്റിക്കൊണ്ട് സ്റ്റാലിൻ സർക്കാർ നടത്തിയിട്ടുള്ളത്. രൂക്ഷമായ വിമർശനം തമിഴ്നാട് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി സ്റ്റാലിനെതിരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ഇത്തരത്തിൽ രൂപയുടെ സിമ്പൽ സ്റ്റാലിൻ മാറ്റുകയാണെങ്കിൽ സ്റ്റാലിൻ തന്നെ തമിഴ്നാടിന് വേണ്ടി പുതിയ നോട്ട് അടിച്ചിറക്കട്ടെ എന്ന രൂക്ഷമായ വിമർശനമാണ് തമിഴ്നാട് BJP നേതൃത്വം ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം ഈ ഒരു നടപടി സർക്കാരിൻ്റെ നടപടി ദേശീയതയ്ക്കെതിരാണെന്നും സ്റ്റാലിൻ സ്വയം പരിഹാസ്യ കഥാപാത്രമാവുകയാണ് എന്നുള്ളതുമാണ് BJPയുടെ തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലയുടെ വിമർശനം വന്നിട്ടുള്ളത്. ഒപ്പം മുൻ ഗവർണറും തമിഴ്നാട്ടിലെ BJP നേതാവുമായിട്ടുള്ള തമിഴിസൈ സൗന്ദരരാജൻ ഒരു പടി കൂടി കടന്നിട്ടുള്ളത് പറഞ്ഞത് അത്രയധികം തമിഴ് സ്നേഹമുണ്ടെങ്കിൽ സ്റ്റാലിൻ ആദ്യം തിരുത്തേണ്ടത് സ്വന്തം പേരാണ്. രൂപയുടെ ഉൾപ്പെടെ ദേശീയ ചിഹ്നങ്ങൾ മാറ്റുന്നതിന് മുൻപ് സ്റ്റാലിൻ സ്വയം തിരുത്തേണ്ടത് തൻ്റെ പേരാണ്. തമിഴ് സ്നേഹം അത്രയധികം ഉണ്ടെങ്കിൽ ആദ്യം മുഖ്യമന്ത്രി സ്വന്തം പേര് തിരുത്താൻ തയ്യാറാകട്ടെ എന്ന വിമർശനവും ചോദ്യവും തമിഴിസൈ സൗന്ദരരാജൻ ഉയർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ രൂക്ഷമായ വിമർശനം അനാവശ്യമായ തമിഴ് വാദം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഭരണപരാജയങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തമിഴ്നാട് കടന്നുപോകുന്നു. കൂടാതെ നിരവധി അടിസ്ഥാന വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു. എന്നാൽ അതെല്ലാം മറയ്ക്കുന്നതിനും ജനവികാരം ഇളക്കിവിടുന്നതിനും അനാവശ്യ തമിഴ് വാദമാണ് മുഖ്യമന്ത്രിയും തമിഴ്നാട് സർക്കാരും മുൻപോട്ട് വെക്കുന്നത് എന്ന വിമർശനമാണ് പരക്കെ ഉന്നയിക്കപ്പെടുന്നത്. കാരണം പുതിയ വിദ്യാഭ്യാസ നയവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ത്രിഭാഷാ നയം നമ്മുടെ പ്രാദേശിക ഭാഷയ്ക്കൊപ്പം തന്നെ മറ്റു ഭാഷകളും സാഹിത്യമാക്കുന്നതിന് അതിനെ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്നതിനാണ് അത്തരത്തിൽ പുതിയ നയരൂപീകരണം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിക്കേണ്ടതില്ല, സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ തമിഴ് മാത്രം പഠിക്കട്ടെ എന്ന വിവാദ നിലപാട് സ്റ്റാലിൻ സ്വീകരിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം മെഡിക്കൽ വിദ്യാഭ്യാസമാണെങ്കിലും എഞ്ചിനീയറിംഗ് ബിരുദമാണെങ്കിലും അതല്ല ഇനി +2 കഴിഞ്ഞ ശേഷം ഡിഗ്രി UG PGയിലേക്ക് എത്തുമ്പോഴും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മറ്റു ഭാഷകൾ അനിവാര്യമാണ്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല, ഹിന്ദി പഠിക്കേണ്ടതില്ല എന്നുള്ള വലിയ വിവാദം സ്റ്റാലിൻ ഉയർത്തിയിരുന്നു. അതിന് പിറകെയാണ് ബജറ്റിൽ നിന്ന് രൂപയുടെ ഔദ്യോഗിക ലോഗോ മാറ്റിക്കൊണ്ട് തമിഴ് ലിപിയിൽ ലോഗോ തയ്യാറാക്കുകയും ഒരു പുതിയ വിവാദത്തിന് സ്റ്റാലിൻ തുടക്കമിടുകയും ചെയ്തത്. KP ശരി, ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഹൈദരാബാദിൽ ഹോളി ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ്. ആഘോഷത്തിന്റെ ഭാഗമായി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കൂട്ടത്തോടെ നിരത്തിൽ ഇറക്കരുതെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. അലക്ഷ്യമായി നിറങ്ങൾ വാരി എറിയുന്നതിനും വിലക്കുണ്ട്. നിർദ്ദേശത്തെ വിമർശിച്ച് BJP രംഗത്തെത്തി. പോലീസിന്റെ നീക്കം വിവേചനപരമാണെന്ന് BJP MLA രാജാ സിംഗ് ആരോപിച്ചു. നിയന്ത്രണങ്ങൾക്ക് പിന്നിൽ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരാണെന്നും തുഗ്ലക് പരിഷ്കാരമാണ് നടപ്പിലാക്കുന്നതിനും BJP ചൂണ്ടിക്കാട്ടി. ഇനി മുതൽ 15 വരെയാണ് പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. പാകിസ്ഥാനിൽ ബലൂച്ച് ഭീകരർ ട്രെയിൻ റാഞ്ചിയ സംഭവത്തിൽ എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചു. സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ 33 വിഘടനവാദികൾ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ബലൂചിസ്ഥാൻ സായുധ സംഘത്തിന്റെ തട്ടിക്കൊണ്ടുപോകൽ നടന്നത്. പാകിസ്ഥാനിൽ ബലൂജ് ഭീകരർ ട്രെയിനിൽ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിച്ചു. സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ 33 വിഘടനവാദികൾ കൊല്ലപ്പെട്ടുവെന്നും 21 യാത്രക്കാരെ വധിച്ചെന്നും സൈന്യം അറിയിച്ചു. അതേസമയം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ ട്രെയിൻ റാഞ്ചുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. BLA തന്നെയാണ് ട്രെയിൻ തട്ടുന്നതിന്റെയും യാത്രക്കാരെ ബന്ദികളാക്കുന്നതിന്റെയും വീഡിയോ പുറത്തുവിട്ടത്. ട്രെയിൻ പോകുമ്പോൾ ട്രാക്കിൽ സ്ഫോടനം നടക്കുന്നതും തുടർന്ന് ഒളിഞ്ഞിരുന്ന BLA സായുധ സംഘം ജാഫർ എക്സ്പ്രസ് ട്രെയിനടുത്തേക്ക് ഇരച്ചെത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. റോഡോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്ത മലയിടുക്കാണ് ആക്രമണത്തിനായി BLA സംഘം തെരഞ്ഞെടുത്തത്. 9 ബോഗികളുള്ള ട്രെയിനിൽ 450-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. ഇതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 250 പേരെ നേരത്തെ വിട്ടയച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ജനം. ഉക്രൈൻ വെടിനിർത്തൽ നിർദ്ദേശം റഷ്യ തള്ളിയതായി സൂചന. 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം ഉക്രൈൻ അംഗീകരിച്ചതായി അമേരിക്ക അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിർദ്ദേശം റഷ്യ തള്ളിയതായി സൂചനകൾ പുറത്തുവരുന്നത്. വിഷയത്തിലെ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ചർച്ചകൾക്കായി മോസ്കോയിൽ എത്തിയിട്ടുണ്ട്.
അതേസമയം ഇന്ന് നടന്ന സൈനിക നടപടിയുണ്ടായ കർസ്ക് മേഖലയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അപ്രതീക്ഷിത സന്ദർശനം നടത്തി. ഇവരുമായി ഇന്റർനാഷണൽ ഡെസ്ക് ദിനം ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഒരു സമാധാന നീക്കം അത് അകലുകയാണോ എന്നോ വേണോ ഈ റഷ്യയുടെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ? സുരേഷ്, നിലവിലെ സൂചനകൾ അനുസരിച്ച് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്, അതായത് നമുക്ക് ചർച്ചകൾ തുടരുന്നതിന് മുന്നോടിയായി സ്റ്റീവ് വിറ്റ്കോഫ് എല്ലാം തന്നെ മോസ്കോയിലെത്തിയതിന് മുന്നോടിയായി ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിഗമനം പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതീവ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുക്രൈൻ 30 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇത് അമേരിക്കയുടെ പ്രതിനിധിയോടെ മാർക്കോ റൂബിയോയോട് അറിയിക്കുകയും മാർക്കോ റൂബിയോ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഇക്കാര്യം പൊതുവായി പറയുകയും മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയെന്ന സൂചനകൾ ക്രെംലിനിൽ നിന്നും പുറത്തു വരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇതിന് മുന്നോടിയായി, ചർച്ചകൾക്ക് മുന്നോടിയായി നടന്ന ചില അനൗദ്യോഗിക ചർച്ചകളും അനൗപചാരിക ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ലഭിച്ച ഒരു സൂചനയാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ നിർദ്ദേശം തള്ളി എന്ന രീതിയിൽ പുറത്തു വരുന്നത്. സ്വാഭാവികമായും അത് ഗൗരവതരമായ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അത്തരത്തിലൊരു വെടിനിർത്തൽ നടത്തുന്നത് വെറുമൊരു വിശ്രമം സമയം നൽകുന്നതിന് തുല്യം മാത്രമായിരിക്കും, പ്രശ്നം പരിഹരിക്കുന്നതിനായിരിക്കില്ല എന്ന നിലപാടാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും റഷ്യയുടെ നിലപാട്, അതായത് എന്താണോ യുദ്ധത്തിന് കാരണമായ പ്രശ്നം, ആ പ്രശ്നത്തിനെ അഭിസംബോധന ചെയ്യുക എന്ന നിലപാട് വളരെ കൃത്യമായി പറയുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന കർസ്ക് മേഖലയിലെ ഒരു പട്ടണം പൂർണ്ണമായും റഷ്യ തിരിച്ചുപിടിക്കുകയും ചെയ്തിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് ഈ കഴിഞ്ഞ ദിവസവും ഇന്നും പുലർച്ചെയുമൊക്കെയായി നടന്ന ആക്രമണങ്ങളിൽ അത് തിരിച്ചുപിടിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ യുക്രൈൻ പിടിച്ചെടുത്തൊരു പ്രദേശമാണ് കർസ്ക് മേഖലയിലെ ഈ പ്രദേശം. നമുക്കറിയാവുന്നതാണ്, അവിടെ യുക്രൈൻ സൈന്യത്തെ നേരിടുന്നതിന് വേണ്ടി ഉത്തര കൊറിയൻ സൈന്യത്തെ ഇറക്കി എന്ന വിവാദങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ഇത്തരത്തിൽ അത് തിരിച്ചുപിടിച്ചിട്ടുള്ളത്. ആ മേഖലയിൽ ഇപ്പോൾ പുടിൻ സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സൂചനകളെല്ലാം തന്നെ റഷ്യ വെടിനിർത്തലിനോട് അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. റഷ്യൻ പ്രസിഡന്റിൻ്റെ ആ നടപടി, അല്ലെങ്കിൽ അവിടെ ചെന്ന നടപടിയെല്ലാം തന്നെ അത്തരം സൂചനകളാണ് നൽകുന്നത്. എന്നാൽ വെടിനിർത്തലിനെ പൂർണ്ണമായും എതിർക്കുന്നു എന്ന് സ്ഥിരീകരിക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ല എന്ന് തന്നെയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. സുരേഷ്, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബൂച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള ദൗത്യം ഇനിയും നീളും. ക്രൂ 10 ദൗത്യം നീട്ടിവെച്ചതായി നാസയും സ്പേസ് എക്സും അറിയിച്ചു. പഴക്കത്തിൻ്റെ സാങ്കേതിക തകരാർ കാരണമാണ് റോക്കറ്റിൻ്റെ ഇന്നത്തെ വിക്ഷേപണം മാറ്റിവെച്ചത്. ഇന്ത്യൻ സമയം മാർച്ച് 15 പുലർച്ചെ 4:33 ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിക്കുകയെന്നാണ് റിപ്പോർട്ട്. 2024 ജൂൺ 5 സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുന്നതിന് മുമ്പ് നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ പേടകത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹീലിയം ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മടക്കയാത്ര മുടങ്ങുകയായിരുന്നു. സുനിത വില്യംസിനെയും സഹയാത്രികൻ ബച്ച് വിൽമോറിനെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായാണ് ക്രൂ 10 ദൗത്യം വിക്ഷേപിക്കാൻ ഒരുങ്ങിയത്. യാത്രയ്ക്ക് സജ്ജമാക്കിയ ഫാൽക്കൺ 9 റോക്കറ്റിൽ സാങ്കേതിക തകരാറുകൾ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് വിക്ഷേപണം വീണ്ടും നീട്ടിവെച്ചു. ഇന്ത്യൻ സമയം മാർച്ച് 15 രാവിലെ 4:33 പുതുക്കിയ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. മാർച്ച് 20 സുനിത വില്യംസിന്റെയും ബച്ച് വിൽമോറിന്റെയും മടക്കയാത്ര സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് മടങ്ങിവരാനാകാതെ 9 മാസമായി സുനിത വില്യംസും ബച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ്. ദീർഘകാലം ബഹിരാകാശത്ത് കഴിഞ്ഞതിനെ തുടർന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഇവർ നേരിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പുതുചരിത്രമെഴുതി ടാറ്റ കർവ് SUV 48,000 കിലോ ഭാരമുള്ള ബോയിങ് 737 വിമാനം 100 മീറ്ററോളം കെട്ടിവലിച്ചാണ് റെക്കോർഡ് കുറിച്ചത്. കർവ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ലഭിച്ചു. അപൂർവമായ റെക്കോർഡ് നേട്ടമാണ് ഇതിലൂടെ ടാറ്റ മോട്ടോഴ്സ് കൈവരിച്ചത്. കർവിൻ്റെ 1.2 ലിറ്റർ ഹൈപ്പീരിയൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിന്റെ കരുത്ത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. നേരത്തെ 42,000 കിലോ ഭാരമുള്ള 3 ട്രക്കുകൾ ഒറ്റയ്ക്ക് കെട്ടിവലിച്ച് കർവ് റെക്കോർഡ് നേടിയിരുന്നു.
ജമ്മുകാശ്മീർ അതിർത്തിയിൽ സൈന്യവും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 2 പേർ പിടിയിലായി. രഹസ്യവിവരത്തെ തുടർന്ന് ബന്ദിപ്പോരിൽ നടത്തിയ തെരച്ചിലാണ് ഇവർ പിടിയിലായത്. പിസ്റ്റൾ മാഗസിൻ, AK മാഗസിൻ, 2 ഹാൻഡ് ഗ്രനേഡുകൾ എന്നിവ ഉൾപ്പെടെ ആയുധശേഖരവും പിടികൂടി. പിടിയിലായവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. അന്താരാഷ്ട്ര ഭീകരബന്ധത്തിന് ഇന്റർപോൾ വാണ്ടഡ് കുറ്റവാളിയായി പ്രഖ്യാപിച്ച വിദേശി വർക്കലയിൽ പിടിയിൽ. ലിത്വാനിയൻ പൗരൻ അലക്സജ് ബെസ്യോക്കോവാണ് അറസ്റ്റിലായത്. US സർക്കാർ നിരോധിച്ച ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ ഗാലക്സിന്റെ സഹസ്ഥാപകൻ അലക്സജ് ബെസ്യോക്കോവാണ് പിടിയിലായത്. കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെ വർക്കലയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്റർപോൾ തിരയുന്ന കുറ്റവാളിയെ CBI സഹായത്തോടെയാണ് പിടികൂടിയത്. $96 ബില്യൺ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തി US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് തിരഞ്ഞുവരികയായിരുന്നു. അന്താരാഷ്ട്ര ഭീകര സംഘടനകൾക്കും ലഹരിക്കടത്തുകാർക്കും സൈബർ കുറ്റവാളികൾക്കും കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് സഹായം നൽകിയെന്നാണ് കണ്ടെത്തിയിരുന്നത്. അലക്സജ് ബെസ്യോക്കോവിനെ പിടികൂടാൻ ന്യൂഡൽഹി പട്യാല ഹൌസ് കോടതി ACGM വർക്കല പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. പ്രതിയെ പട്യാല കോടതിയിൽ ഹാജരാക്കും. 2015-2019 കാലത്ത് $96 ബില്യൺ അനധികൃത സാമ്പത്തിക ഇടപാടുകളാണ് നടന്നത്. ഗാരന്റെ സഹസ്ഥാപകനായ അലക്സാണ്ടർ മെറയ്ക്കൊപ്പം ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെ കള്ളപ്പണം വെളുപ്പിക്കലിന് സഹായം ചെയ്തുവെന്നാണ് കണ്ടെത്തിയത്. ഇതിലൂടെ ഇവർ ദശലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. രൂപയിൽ കണക്കാക്കുമ്പോൾ 8 ലക്ഷം കോടിയുടെ ഇടപാടുകളാണ് നടന്നത്. ഹാക്കിംഗ്, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളാണ് അലക്സജിന്റെ ഇടപാടുകാർ. ക്രിപ്റ്റോ തട്ടിപ്പിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. ജനം, കൊച്ചി. തമ്പ് ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അരവിന്ദം നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നാളെ ആരംഭിക്കും. കോട്ടയം CMS കോളേജിലാണ് ഫെസ്റ്റിവൽ നടക്കുക. സംവിധായകൻ ബ്ലസി, പ്രജ്ഞാപ്രവാഹ്, ദേശീയ സംയോജകൻ J. നന്ദകുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. തെരഞ്ഞെടുത്ത ശ്രദ്ധേയമായ നിരവധി ഷോർട്ട് ഫിലിമുകൾ 3 ദിവസത്തെ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും. ഇംഗ്ലണ്ടിന്റെ വടക്ക് കിഴക്കൻ തീരത്തെ കടലിൽ ഓയിൽ ടാങ്കറിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. ചരക്ക് കപ്പലും ഓയിൽ ടാങ്കറും കൂട്ടിയിടിച്ചാണ് കപ്പലിന് തീപിടിച്ചത്. തിങ്കളാഴ്ചയാണ് അമേരിക്കൻ ഓയിൽ ടാങ്കർ കപ്പൽ പോർച്ചുഗീസ് ചരക്ക് കപ്പലുമായി കൂട്ടിയിടിച്ചത്. തിങ്കളാഴ്ചയാണ് അമേരിക്കൻ ഓയിൽ ടാങ്കർ കപ്പലായ സ്റ്റെന എമാക്യുലേറ്റും പോർച്ചുഗീസ് ചരക്കു കപ്പലായ സൊളോഗും തമ്മിൽ കൂട്ടിയിടിച്ചത്. കപ്പലിലുണ്ടായ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചരക്ക് കപ്പലും ഓയിൽ ടാങ്കറും കൂട്ടിയിടിച്ചാണ് കപ്പലിന് തീപിടിച്ചത്. തിങ്കളാഴ്ചയാണ് അമേരിക്കൻ ഓയിൽ ടാങ്കർ കപ്പലും പോർച്ചുഗീസ് ചരക്ക് കപ്പലും തമ്മിൽ കൂട്ടിയിടിച്ചത്. തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും സംഭവിച്ച നാശനഷ്ടം എത്രയാണെന്ന് വിലയിരുത്താൻ ഇനിയും സമയം വേണ്ടിവരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.